നമസ്കാരം, ഞാൻ ബബിത ബഷീർ. ട്യൂഷൻ വീടൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ട്യൂഷൻ വീട് കാണുന്ന പോലെ തന്നെ നമ്മുടെ ടുട്ടു ആൻഡ് വ്ലോഗ്സ് ടുട്ടുവിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസൊക്കെ പ്ലേ ഉണ്ട്, ഞാനും കാണാറുണ്ട്. അപ്പോൾ ടുട്ടു ആൻഡ് വ്ലോഗ്സിന് ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന ആ 3 പേര് നമ്മുടെ വയസ്സാണ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ചാടുന്ന പരിചയപ്പെട്ടാലോ? ഈവലിൻ, നമുക്കിപ്പോ പരിചയപ്പെടുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രധാനം വേണ്ട, നീ ഇപ്പൊ പറ പേര് പറ. ലിമ റോസ് കേപ്രൻസ്. ഇവിടെ ആട്ടോ മൂത്തയിൽ നമുക്ക് എളയിനെ കാണാം. ഈവലിൻ റോസ് കേപ്രൻസ്. നീ ഇതിനേക്കാളും താഴെ ഉണ്ട്. നിന്റെ പേര് പറഞ്ഞേ. തക്കു. ചിങ്ങിച്ചക്കിടി ചിങ്ങിച്ചക്കിടി ചിക്കാൻ ചാഞ്ചാ ചിങ്ങിച്ചക്കിടി ചിങ്ങിച്ചക്കിടി ചിക്കാൻ ചാഞ്ചാ നാശത്തിന്റെ പേര്. അപ്പൊ ജോസിയ റോസ്. ജോസിയ റോസ്. ഓക്കെ. അതെ, ഇപ്പൊ നമ്മള് ഊട്ടിക്ക് പോകാൻ പോകുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. ഞങ്ങള് ഇത് 2 ദിവസം 3 ദിവസം ട്രിപ്പാണ്. അപ്പൊ നമ്മള് ഊട്ടിക്ക് പോകാൻ പോകും. തക്കു അതെ, ഞങ്ങള് ഊട്ടിക്ക് പോയതിനേക്കാൾ മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങള് കുറച്ച് വാശിയൊക്കെ പിടിച്ച് മിഠായിയൊക്കെ വാങ്ങി മിഠായി കഴിച്ച് നമ്മള് കാറി കയറുകയാണ്. ഒറ്റ കാറിലായിരുന്നു കേട്ടോ, അല്ലാണ്ട് മലമ്പുഴയെ പോലെ 2 കാറിലൊന്നും ആയിരുന്നില്ല. പിന്നെ നിങ്ങൾ മലമ്പുഴ കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കാണണം കേട്ടോ. അത് പാർട്ട് 6 വരെ ഉണ്ട്. പാർട്ട് 1 തൊട്ട് പാർട്ട് 6 വരെ ഉണ്ട്. അത് ഉറപ്പായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമ്മളതേ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് പഞ്ചറാവും എന്തോ ഉണ്ടായിരുന്നു, സമയത്ത് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം വീണ്ടും യാത്ര നമ്മൾ ആരംഭിച്ചു. അപ്പൊ ഞങ്ങളൊരു ഫോറസ്റ്റിൽ നിർത്തി. 4 മണിക്കായി ആഹാരം ചായയൊക്കെ കുടിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വിശന്നിട്ട് ഫോറസ്റ്റ് റൂട്ടാണ് ഇത്. പക്ഷെ കണ്ടതിന് പെട്ടെന്ന് ആരും പറയില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടാ. ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പിക്ചർ കാണാൻ വേണമെങ്കിൽ ആനയുടെ കാണാൻ പറ്റുമായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഒരു കുറെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ കടകളും കാണാം. അത് അതിന്റെ മേളിൽ കൂടെ ചവിട്ടിപ്പോയതാണ് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയണ്ടവര്, നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളവിടെ ഒന്നും കണ്ടില്ല. കാര്യം പറ. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഒരു ചിക്കൻ റോളും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ആ ചിക്കൻ റോൾ കേട്ടോ. നീ എന്താടി യെസ് യെസ് മാത്രമേ പറയുള്ളൂ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. തക്കു ബേബി എന്തെങ്കിലും പറയൂ. കുട്ടിക്ക് നെല്ല് നാണമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. കുട്ടി ഇപ്പോ നമ്മുടെ എന്തിനാ സ്പ്രൈറ്റ് കുടിച്ചോണ്ടിരിക്കട്ടോ. അതിന്റെ തിരക്കിലാണ് ആ ശക്തി. വീഡിയോയിലല്ല, ഇവിടെ വോയിസ് ഓവറിൽ. അപ്പൊ നമ്മള് ഈ വീഡിയോയിലാണ് തക്കുവിന് ഇപ്പൊ എത്ര വയസ്സാന്ന് പറയുന്നത് ഇങ്ങനെ ഞെട്ടിപ്പോവും. 1 വയസ്സ്. പക്ഷെ ഇവിടെ ഇപ്പൊ നിക്കണ ആള് 3 വയസ്സ് വരിക. കണ്ടില്ലേ, 2 കൊല്ലായി ഗൈസ്. ഈ വീഡിയോ ഒക്കെ പഴക്കമുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബ് അതിന് ശേഷം വേറൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അത് എവിടേക്കായിരുന്നു? മൈസൂർ. അത് നമ്മൾ വഴിയായിട്ട് ഇടുന്നതായിരിക്കും. ഇതിന്റെ പാർട്ട് 2, 6 ഒക്കെ ഉണ്ടാവും. അതൊക്കെ കാണണം. ഇതിപ്പോ പാർട്ട് 1 ആണ്. അപ്പൊ നമ്മള് അതിന്റെ കണ്ട പോസ്റ്റർ തക്കു ബേബി എന്തെങ്കിലും. പിന്നെ അവിടെ തന്നെ കൊറേ ഇടിഞ്ഞു പൊലിഞ്ഞു വീണ ഇതൊക്കെ കാണാം. ഞങ്ങളാണെങ്കിൽ തുള്ളി 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 നടന്നു പോവായിരുന്നു. ആ തുള്ളി തുള്ളി ചാടുന്ന കുഞ്ഞിപ്പുഴേ. അവളും തുള്ളിപ്പോയി എന്ന് പറയുന്നത് ചേച്ചി. ഇതാരാ തക്കു? ഇതാരാത്? അപ്പൊ ഞങ്ങള് കുറച്ച് നടന്നു. എന്നിട്ട് ഞങ്ങള് കാറിൽ കേറി. ഇതാരാ തക്കു? ഞങ്ങള് കുറച്ചേരം കേറി. ഞങ്ങളിപ്പോ പോവാണ്. ഞങ്ങളിങ്ങനെ ഇതാരാടി? എന്നെ പറയുന്നതാണ് കുട്ടി. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഇരിക്കുന്നുണ്ടായത്. അപ്പൊ നമ്മള് വീണ്ടും ഫോറസ്റ്റ് വഴിക്കൂടെയാണ് എപ്പോഴും പോയത്. നമ്മൾ വീണ്ടും നല്ല രസം. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചു. അതെ, ഇതാട്ടോ ആ റോഡ്. നമ്മൾ ഊട്ടിക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോ ഊട്ടി എത്തിയിട്ടില്ല, ഊട്ടിക്ക് പൊക്കോണ്ടിരിക്കാണ്.
അപ്പോൾ നല്ല വള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല റീൽസ് എടുത്ത നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ബസ്സൊക്കെ വന്നാണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. ആ ഭാഗത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഒരു ഉണ്ടായിരുന്നു. രാത്രിയായിട്ടോ, അപ്പൊ അതുകൊണ്ടാണ് ഇരുട്ട് പോലെ. ഇവിടെ നല്ല വാട്ടർ ഫ്ലോർ ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇവർക്ക് പിന്നിലിരുന്നാണ് കഴുത്തുവാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നിലിരുന്നു, അമ്മമാര് മുമ്പിലിരുന്ന് ഞങ്ങൾ പിമ്പിലിരുന്നിട്ടോ. എന്നിട്ട് ഒരു സ്ഥലത്ത് ഉറങ്ങാൻ വേണ്ടി സ്ഥലം നിർത്തി. ഞങ്ങൾ പ്രേതക്കഥ പറഞ്ഞിട്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. പ്രേതക്കഥ പറയാൻ തോന്നിയില്ലേ? അതൊന്നും ഇപ്പൊ എടുക്കാൻ പറ്റില്ല. അതെ, ഞങ്ങള് രാത്രി 12 മണിയൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോ. എൻ്റെ തക്കു ബേബി പറയുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലിരുന്നു, അവർ ബാക്കിലാക്കി. ഇതേ പിന്നിൽ വരുന്നൊരു വണ്ടിയുടെ ആ വെളിച്ചം കൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആവാത്ത. അവിടെ ഒരു പെരുന്നാളാണ് കേട്ടോ. അവിടെ ഒരു പള്ളി പെരുന്നാൾ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ. അടിപൊളി വ്യൂ ആയിരുന്നു. ഇത് പൂട്ടി എത്താറായിട്ടുണ്ട് സംഭവം. ഇപ്പൊ വഴിയൊന്നും തെളിയുന്നില്ല ഞങ്ങള്. അപ്പൊ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടു. എന്നിട്ട് വഴിയൊക്കെ മനസ്സിലായപ്പോ അവിടെ വഴി ഉണ്ടെന്ന് മനസ്സിലായപ്പോ ഞങ്ങളിങ്ങനെ അതുകൊണ്ട് മാത്രല്ല ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയതാണ്. കാരണം പെട്ടെന്ന് ഈ ഒരു ഇത് ഇട്ടപ്പോൾ ചെറിയൊരു ഡൗട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഭാഗ്യം നമ്മുടെ ഗൂഗിൾ അമ്മയെ നമ്മൾ രക്ഷിച്ച്. ചില സമയത്ത് ഗൂഗിൾ അമ്മ ഞങ്ങളൊരു ദിവസം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഈ ഗൂഗിൾ അമ്മ ഞങ്ങൾ വേറെ ഏതൊരു കാട്ടിൽ കൊണ്ട് നിർത്തിയിടേ. സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പറ്റിക്കും. ഭാഗ്യം ഈ വീഡിയോയിൽ നമ്മൾ പറ്റിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തുകൊണ്ടോ പറ്റിക്കാരുടെ അതൊക്കെ ആയിക്കട്ടെ. എൻ്റെ മേത്തും ഞാൻ കാട്ടോടി. ഞാൻ പള്ളിയിൽ നിന്ന് തന്നെ വൈകി കുറച്ച് പുല്ലിൻ്റെ ഇടയിൽ കൂടി